ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. തലേന്നേ പോയി കിലോയ്ക്ക് 750 രൂപ കൊടുത്ത് അച്ഛൻ മേടിച്ചിട്ട് വന്ന ഞണ്ടാട്ടോ ഈ കാണുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ കിലോയ്ക്ക് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്താണെങ്കിലും അച്ഛനത് മേടിക്കും. കല്യാണത്തിന് മുന്നേ വരെ എനിക്ക് ഞണ്ടിനോട് വലിയ പ്രിയമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഈ ട്രിവാൻഡ്രം സൈഡിലോട്ട് ഞണ്ട് കൂടുതലും ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള കറിയായിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. ഇവിടെ അമ്മ ഞണ്ടിന് നല്ല മപ്പാസ് വെക്കും. അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്കും കൂടെ ആ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. ഉരുളി ചൂടായി വരുമ്പോഴത്തേക്കും നല്ല വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റുക. എല്ലാം നന്നായിട്ട് സോട്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച് ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിനെ നന്നായിട്ട് ഇളക്കുക. ഇനി അടുത്തതാണ് മെയിനായിട്ടുള്ള കാര്യം, തേങ്ങാപ്പാൽ. ഒരു മുഴുവൻ തേങ്ങയുടെ 1/4 പാൽ 2/2 പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ തേങ്ങാപ്പാൽ കിടന്ന് വേവുന്നതാണ്. അത് ഒരു സൈഡിൽ വെന്ത് വരുമ്പോഴത്തേക്കും അമ്മ ഇവിടെ മസാല ചൂടാക്കാനുള്ളതെല്ലാം സെറ്റ് ചെയ്തു. മസാലയ്ക്ക് അങ്ങനെ കൃത്യമായിട്ട് അളവൊന്നും ഞാൻ പറയുന്നില്ല. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും അതിനേക്കാളും കുറച്ച് മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് പാനിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അത് ഡയറക്റ്റ് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഞണ്ടിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ തീ ഓഫ് ചെയ്ത ശേഷം പാനിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചൂടാക്കി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഞണ്ട് മപ്പാസ് റെഡി. തേങ്ങാപ്പാൽ കിടന്ന് വേവുന്നതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റായ തുളസിയമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഞണ്ട് മപ്പാസിൻ്റെ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ.